Hello. The word lucky is how a lazy person describes someone who works hard. It's Milindo. Welcome back to Trading Milestone. എന്താണ് ലേസി അംബീഷ്യസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയുള്ള ആളുകളെയാണ് ലേസി അംബീഷ്യസ് എന്ന് വിശേഷിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ട്രേഡിംഗിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ ലേസി അംബീഷ്യസ് എന്ന പദം അർത്ഥവത്തായി മാറുന്നത്? അതായത് ജീവിതത്തിൽ എല്ലാം നേടണമെന്ന് ആഗ്രഹമുണ്ട്, കഠിനമായ ആഗ്രഹമുണ്ട്. എന്നാൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അത് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ലേസിനെസ് കൊണ്ട് അതിന് സാധിക്കുന്നില്ല. സൈക്കോളജിക്കലി പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയ്ക്ക് പല പല കാരണങ്ങളുണ്ട്. ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, മറ്റുള്ളവർ തങ്ങളെപ്പറ്റി എന്തു പറയും, എന്ത് ചിന്തിക്കും എന്ന ധാരണയിൽ നിന്നുണ്ടാവാം. ഇങ്ങനെ പലതരം റീസൺസ് മൂലമാണ് ലേസി അംബീഷ്യസ് പീപ്പിൾസ് കാണപ്പെടുന്നത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ലേസി അംബീഷ്യസ് പീപ്പിൾസ് ആണോ, നിങ്ങളൊരു ലേസി അംബീഷ്യസ് പീപ്പിൾ ആണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള മാർഗങ്ങളാണ്. നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. ഞാൻ കുറേ പോയിന്റ്സ് പറയാം. ആ പോയിന്റ്സ് വെച്ചിട്ട് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഒരു ലേസി അംബീഷ്യസ് ആയിട്ടുള്ള ആളുകളാണോ എന്നുള്ളത്. അതിനുശേഷം എങ്ങനെ ഈ ഒരു ചിന്തയെ മറികടക്കാനായിട്ട് സാധിക്കും? ഈ ലേസി അംബിഷ്യസ് എന്നുള്ളതിൽ നിന്ന് ഹൈലി അംബിഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് എങ്ങനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കും? പിന്നെ പറയാനായിട്ട് പോകുന്നത് ട്രേഡിങ്ങിൽ എങ്ങനെ ഇതെല്ലാം വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ട്രേഡിങ്ങിൻ്റെ ഏത് മേഖലയിലാണ് ഈ ലേസി അംബിഷ്യസ് ആയിട്ടുള്ള പീപ്പിൾസിനെ കാണുന്നത്, അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ്. ആദ്യം ഈ ലേസി അംബിഷ്യസ് പീപ്പിൾസിന്റെ സിംറ്റംസ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ സിംറ്റംസ് ഒന്ന് വ്യക്തമായിട്ട് കേട്ടു നോക്കൂ. അതിനുശേഷം നിങ്ങളിൽ ഈ ഒരു സിംറ്റംസ് കാണപ്പെടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമത്തെ പോയിന്റാണ് കട്ടിംഗ് കോർണേഴ്സ്. അതായത് നിങ്ങൾ ഒരു ഈസി വേ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിയാണോ? കുറുക്കുവഴികൾ തേടുന്ന ഒരാളാണോ നിങ്ങൾ? ട്രേഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ എവിടെയാണ് ഈസി വേ? അതായത് വ്യക്തമായിട്ട് പഠിക്കാതെ എവിടെ നിന്നെങ്കിലും ഇപ്പോൾ ഒരു ലീഡ് കിട്ടുകയാണെങ്കിൽ, നമുക്കറിയാം ഒരുപാട് ആളുകൾ നിരന്തരം ഈ ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ആളുകളെ ലീഡ് പറഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ലീഡ് സീക്ക് ചെയ്യുന്നത്? നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ലീഡ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഇതുപോലെ ലീഡ് സ്വീകരിച്ച് വളരെ തകർച്ചയിലേക്ക് പോയ വ്യക്തികളും നമുക്ക് കൺമുമ്പിൽ തന്നെയുണ്ട്. എന്തിനാണ് നമ്മൾ മറ്റൊരാളുടെ ലീഡ് വാങ്ങി നമ്മൾ ട്രേഡിലേക്ക് പോകുന്നത്? നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? ഒരു ഈസി വേ ആണല്ലോ. ലീഡ് മാത്രം ഒരാൾ നമ്മളെ വിളിച്ച് പറയുകയാണെങ്കിൽ ഒരു കറക്റ്റ് എമൗണ്ട് അവർക്ക് കൊടുത്താൽ പോരെ, എനിക്ക് പെട്ടെന്ന് പണക്കാരനാകാൻ സാധിക്കും. മനസ്സിലാക്കുക, ഇത് ലേസി അംബീഷ്യസ് ആയിട്ടുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് കുറുക്കു വഴികൾ തേടുക എന്ന് പറയുന്നത്. അതായത് ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയില്ല, എന്നാൽ സക്സസ് അച്ചീവ് ചെയ്യുകയും വേണം. പക്ഷേ ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. പക്ഷെ അതൊരിക്കലും നേർരേഖയിലേക്ക് വരുന്നില്ല. കാരണം ഹാർഡ് വർക്ക് ആൻഡ് സക്സസ്, ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരിക്കലും സക്സസ്സിലെത്താനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഒരു പോയിന്റ് ആണ് പ്രയോറിറ്റൈസിങ് ഷോർട്ട് ടൈം ഗെയിൻസ്. അതായത് ചെറിയ ഒരു സക്സസ് ആഗ്രഹിക്കുന്നു, ഷോർട്ട് ടൈമിൽ കിട്ടുന്ന ആ ഒരു സക്സസ്സിൽ അവർ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നു ലോങ് ടൈം സക്സസിന് പകരമായിട്ട്. ഇത് ലേസി അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ലക്ഷണമാണ്. ട്രേഡിങ്ങിൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്കാൽപ്പിങ്ങിൽ തന്നെ ഒന്നോ രണ്ടോ പോയിന്റ് എടുത്തുകൊണ്ട് കൂടുതൽ വിജയം അല്ലെങ്കിൽ കൂടുതൽ മണി ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടെൻഡൻസി. അതായത് അവർ ലക്ഷ്യം വെക്കുന്നത് ആ ഷോർട്ട് ടൈം ഗെയിൻസ് മാത്രമാണ്. അതായത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് പോയിന്റ് കൊണ്ട് എനിക്ക് ടാർഗറ്റ് കിട്ടുക, അല്ലെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് എനിക്ക് ഏൺ ചെയ്യുക. പ്രോഫിറ്റ് എന്നതിനേക്കാൾ ഉപരി മാക്സിമം മണി ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് കേൾക്കാം ഒരുപാട് ആളുകൾ ട്രേഡിങ്ങിൽ വന്നിട്ട് ലോട്ട്സ് ഓഫ് ക്വാണ്ടിറ്റി വാങ്ങിക്കുകയാണ്. അതായത് 200 അല്ലെങ്കിൽ 300 ഈവൻ 1000 വരെ ക്വാണ്ടിറ്റീസിൽ ബൈ ചെയ്യുകയാണ്. സ്റ്റോക്സ് ബൈ ചെയ്ത ശേഷം 2 അല്ലെങ്കിൽ 3 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അവർ എക്സിറ്റ് ആവുന്നു. ഇത് സ്കാൽപ്പിംഗ് ആണ്. സ്കാൽപ്പിങ്ങിൽ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണിത്. കാരണം ഇത്രയും ലോട്ട് ഹ്യൂജ്, നമ്മുടെ റിസ്ക് അവിടെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. അത്രയും റിസ്ക് നമുക്ക് അഫോർഡബിൾ അല്ല. പക്ഷേ ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താണ്? ഈ ലേസി അംബീഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് പെട്ടെന്ന് എനിക്ക് ഗെയിൻ ചെയ്യണം, എനിക്ക് പെട്ടെന്ന് തന്നെ ഷോർട്ട് ടൈമിൽ കിട്ടുന്ന ഈ സക്സസിലൂടെ തന്നെ എനിക്ക് വലിയ പണക്കാരനാവണം. അതിന് വേണ്ടിയിട്ട് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യാനോ ഹാർഡ് വർക്ക് ചെയ്യാനോ ലോങ് ടൈം സമയത്തേക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ആ ആളുകളിൽ കാണപ്പെടുന്നില്ല.
ടേക്കിംഗ് റിസ്ക് എടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ്? അതായത് ട്രേഡിങ്ങിൽ ഒരു റിസ്ക് എടുക്കുമ്പോൾ ചില ആളുകളുണ്ട് ക്യാപിറ്റൽ അടക്കം ഒരു റിസ്ക് ഫാക്ടറായിട്ട് കൊണ്ടുവരുന്ന വ്യക്തികളുണ്ട്. അതായത് ഒരു വിൻ ചെയ്യും എന്ന് വിചാരിച്ചുള്ള ആ ഒരു പ്രതീക്ഷയിൽ സ്റ്റോപ്പ് ലോസ് പോലും കറക്റ്റ് സെറ്റ് ചെയ്യാതെ പൊക്കോട്ടെ, ക്യാപിറ്റൽ അടക്കം പൊക്കോട്ടെ, എന്നാലും കിട്ടിയാൽ കിട്ടി. അതായത് എനിക്ക് നെഗറ്റീവ് അടിക്കുകയാണെങ്കിൽ എൻ്റെ ക്യാപിറ്റൽ മുഴുവനും പോകും, പക്ഷേ പോസിറ്റീവിലേക്ക് വന്നാൽ എനിക്ക് ഡബിൾ ക്യാപിറ്റൽ ആകാൻ പറ്റും. ആ ഒരു സ്റ്റേജ് ഓഫ് മൈൻഡ് എന്ന് പറയാം. ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ലേസി അംബീഷ്യസ് ആയിട്ടുള്ള ആളുകളിൽ കാണുന്ന സിംറ്റംസ്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ മെയിൻ സിംറ്റംസിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടോ? ഞാൻ ഒരു ലേസി അംബീഷ്യസ് ആയിട്ടുള്ള വ്യക്തിയാണോ എന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി നമുക്ക് ഈ ലേസി അംബീഷ്യസ് ആയിട്ടുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്താണെന്ന് ഞാൻ പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലാക്ക് ഓഫ് ക്വാളിറ്റി എന്നുള്ളത്. അവർ എന്തൊക്കെയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അതായത് കുറേ ട്രേഡ് എടുത്തു കൂടുന്നു, അല്ലെങ്കിൽ ട്രേഡിങ്ങിലാണെങ്കിൽ നമ്മൾ പറയുന്നതെങ്കിൽ ഒരുപാട് ട്രേഡ്സ് വാങ്ങിക്കുകയാണ്, പല കമ്പനികളുടെ ഷെയറുകൾ വാങ്ങിക്കുന്നു, സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുന്നു, ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നു, പക്ഷേ അതിന് ക്വാളിറ്റി കുറവാണ്. എന്താണ് ക്വാളിറ്റി കുറവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യക്തമായ പ്ലാൻ ഇല്ലാതെയുള്ള ട്രേഡിംഗ് മെത്തേഡ്സ് അവർ സ്വീകരിക്കുന്നു. കാരണം അവർക്ക് പെട്ടെന്ന് പണക്കാരാകണം. ആ ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്വാളിറ്റി കുറഞ്ഞ രീതിയിൽ ട്രേഡിങ്ങിലോട്ട് കടക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. അടുത്ത ഒരു ഘടകമാണ് അൺഎത്തിക്കൽ അല്ലെങ്കിൽ ഇല്ലീഗൽ ബിഹേവിയർ. അവർ ഇല്ലീഗലായിട്ടുള്ള രീതികളിൽ കൂടി പോലെയും മണി ഏൺ ചെയ്യാനായിട്ട് തയ്യാറാകുന്നു, അല്ലെങ്കിൽ പലപ്പോഴും എത്തിക്സിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അവരുടെ മനസ്സിനെ ഈ ഒരു സജ്ജമാക്കുന്ന ഒരു മെത്തേഡാണ് ഈ ലേസിനെസ് അംബീഷ്യസ് അല്ലെങ്കിൽ ലേസി അംബീഷ്യസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏത് വഴിയിലൂടെയും പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സക്സസ് ആകണം. അതിന് എത്തിക്സ് ഒന്നും നോക്കണമെന്നില്ല, അല്ലെങ്കിൽ ലീഗൽ ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ സക്സസ്സിൽ മാത്രം, അതും പെട്ടെന്ന് അച്ചീവ് ചെയ്യുക, എൻ്റെ ഗോള് മാക്സിമം ഫാസ്റ്റായിട്ട് എനിക്ക് കിട്ടുക, അതാണ് അവരാഗ്രഹിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ വർക്ക് ലൈഫ് അവർക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. ജീവിതവും ജോലിയും ഒരേപോലെ ബാലൻസിങ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതിന് പകരമായിട്ട് അവർ ഭയങ്കരമായിട്ടും ആങ്ഷ്യസ് ആയിരിക്കും, എപ്പോഴും അവർക്ക് ടെൻഷൻസ് ആയിരിക്കും, ഒരു ബേണിംഗ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. ഈ ബേണിംഗ് ടെൻഡൻസിക്കൊക്കെ കാരണം ലേസി അംബീഷ്യസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെന്റ് കിട്ടാത്ത ഒരു അവസ്ഥ, സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഹാർഡായിട്ട് മറ്റുള്ളവരോട് ഇടപെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അവർക്ക് സോഫ്റ്റ് ആയിട്ട് ഇടപെടാനോ മറ്റുള്ളവരെ മനസ്സിലാക്കാനോ ഉള്ള കഴിവ് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇത്തരം ആളുകളിൽ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് വളരെ കൂടുതലായിരിക്കും. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നത്, എന്തായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഈ ഫിയർ ഓഫ് ജഡ്ജ്മെന്റിന്റെ പിന്നിൽ വേറൊരു റീസൺ ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ടല്ല ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. ഈ ലേസി അംബിഷ്യസ് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ ഉള്ളിൽ എവിടെയോ ഉണ്ട്, ഇത് കറക്റ്റ് വേയിലല്ല ഞാൻ പോകുന്നത്, റോങ് വേയിലാണ്, പക്ഷേ എൻ്റെ അംബിഷൻ അതിന് മേളിലാണ് എന്നുള്ള രീതിയിൽ അവരതിന് കാരണങ്ങൾ കണ്ടെത്തുകയാണ്. പക്ഷേ അതിന് ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? അവര് ഒരിടത്തും കംഫർട്ടബിൾ ആകുന്നില്ല. എപ്പോഴും ജഡ്ജ്മെന്റിനെ ഭയന്ന് അവരെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളിൽ നിന്ന്. ഒരു വർക്കാകാം, അല്ലെങ്കിൽ പ്ലേസ് ആവാം, ഒരിടത്തുനിന്നും അവർക്കൊരു ആവശ്യത്തിനുള്ള കംഫർട്ടബിൾ ആയ ഒരു പ്ലേസ് അല്ലെങ്കിൽ ആളുകളെ ഒന്നും അവർ കണ്ടെത്തുന്നില്ല. ഈ ലേസി അംബീഷ്യസ് ആയിട്ടുള്ള ആളുകൾ ട്രേഡിലേക്ക് വരുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിനോടുള്ള പാഷൻ അല്ല, അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, ലോങ് ടൈം സക്സസ് അവർ ആഗ്രഹിക്കുന്നില്ല. ഈ ലേസി അംബീഷ്യസിലെ ട്രേഡിങ്ങിലുള്ള ആ ഒരു ബിഹേവിയറിനെ സംബന്ധിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അത് തന്നെ ഒരു ടോപ്പിക്കായിട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊരു ലേസി അംബീഷ്യസ് ആയിട്ടുള്ള ആളാണോ എന്നുള്ളതിന് ആ സിംറ്റംസ് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞു ഈ ലേസി അംബീഷ്യസ് ആയിട്ടുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ നിങ്ങളിലുണ്ടോ? നിങ്ങളൊരു ലേസി അംബീഷ്യസ് ആയിട്ടുള്ള വ്യക്തിയാണോ? ഇനി പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം. ഈ ലേസി അംബീഷ്യസ് എന്നുള്ള ഈ ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം. നമുക്കറിയാം അതൊരു നല്ല അവസ്ഥയല്ല, നമ്മൾ തീർച്ചയായും അതിനെ ഓവർകം ചെയ്തേ പറ്റൂ. അപ്പം ആ ഒരു രീതി കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗോൾസ് സെറ്റ് ചെയ്ത് വെക്കുക. അതായത് ജേർണലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം.
നമ്മൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത്, ഏത് മേഖലയിലാണോ നമ്മൾ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ റൈറ്റ് ചെയ്യുക. ജേർണലിംഗ് പോലെ നമ്മൾ റിട്ടൺ ഗോൾസിലേക്ക് കൊണ്ടുവരിക. അത് നമുക്ക് ഒരു പരിധിവരെ ഈ ലേസി അംബീഷ്യസ് ആയിട്ടുള്ള അവസ്ഥകളെ തടയാനായിട്ട് സാധിക്കും. കാരണം ഈ വിഷ്വലൈസ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നോക്കാനും അത് വിഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റുന്നതോടുകൂടി കാര്യങ്ങളെ കുറെ കൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് വീക്ഷിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇത് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒരു റൊട്ടീൻ, ഏതൊരു കാര്യവും നമ്മൾ ഒരു 21 ഡേയ്സിൽ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ റൊട്ടീനായിട്ട് മാറും. നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ, സൈക്കോളജിക്കലി പ്രത്യേകിച്ച് മെഡിറ്റേഷൻ പോലെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു 21 ഡേ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്കത് ഇല്ലാതെ പറ്റില്ല എന്നൊരു സ്റ്റേജ് വരും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുന്നു, അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ഡേയ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അത് നമ്മുടെ റൊട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് ലേസിനെസ്, പ്രൊക്കാസ്റ്റിനേഷൻ ഇവയെല്ലാം തടയാനായിട്ട് സാധിക്കും. ഫൈൻഡ് എ മെന്റർ. ഒരു നല്ല മെന്ററിനെ കണ്ടെത്തുന്നത് വഴി നമുക്ക് ഈ ലേസി അംബീഷ്യസ് ആയിട്ടുള്ള അവസ്ഥ തടയാനായിട്ട് സാധിക്കും. ട്രേഡിങ്ങിൽ ഒരു മെന്റർഷിപ്പിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ട്രേഡിങ്ങിൽ മാത്രമല്ല, ഏതൊരു ഫീൽഡിലായാലും നമുക്കൊരു മെന്റർ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും അവരുടെ വാക്കുകളെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്കൊരു പരിധിവരെ നമ്മുടെ ലേസിനെസ്സിനെ തടഞ്ഞു കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, നല്ല അംബീഷ്യസ് ആയിട്ടുള്ള, കോൺഫിഡൻസ് ആയിട്ടുള്ള ആളുകളോടൊപ്പം പങ്കുചേരുക. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മുടെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്. അതായത് പണ്ടുള്ള ആളുകൾ പറയില്ലേ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ള സ്ഥിതി. അതായത് നമ്മൾ ആരോടൊപ്പം ആയിരിക്കുന്നുവോ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സൗഹൃദം നമ്മുടെ ലൈഫിൽ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ആ ഒരു എനർജി വലയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ സൗഹൃദങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളെ ചൂസ് ചെയ്യുമ്പോൾ നല്ല അംബീഷ്യസ് ആയിട്ടുള്ള ആളുകളോടൊപ്പം ആയിരിക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ അവർ ലേസി അംബീഷ്യസ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ബാധ്യത കൂടി ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റാണ് ലേൺ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെപ്പറ്റി തന്നെ പഠിക്കുക. അതായത് പാസ്റ്റ് എക്സ്പീരിയൻസ് ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കടന്നു വന്ന വഴികൾ, നമുക്ക് തെറ്റിപ്പോയ വഴികൾ, നമ്മൾ ശരി തിരഞ്ഞെടുത്ത വഴികൾ. സോ നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ചൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പം ഒരു തെറാപ്പിസ്റ്റുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് മാറ്റിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ സൈക്കോ തെറാപ്പി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലോട്ടൊക്കെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ ഈ ലേസി അംബീഷ്യസ് എന്നുള്ള അവസ്ഥയെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നമ്മൾ നമ്മളെപ്പറ്റി പോസിറ്റീവ് പറഞ്ഞില്ലെങ്കിൽ ലോകത്തിൽ ഒരാളും പറയാൻ പോകുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. നെഗറ്റീവ് സെൽഫ് ടോക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് വേണം ഈ ലേസി അംബീഷ്യസ് ആയിട്ടുള്ള എന്നുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി പുറത്തു കടക്കാനായിട്ട്. ട്രേഡിംഗ് ഒരു പ്രൊഫഷനായിട്ട് സെലക്ട് ചെയ്യുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ട്രേഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കുക, മാർക്കറ്റിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കുക. അതായത് എൻ്റെ പ്രോഫിറ്റ് കിട്ടി, ഞാൻ ഇനി പോകുന്നു, ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്ന് മാറിയിട്ട് എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ടൈം എപ്പോഴാണോ മാർക്കറ്റിൽ വരുന്നത്, എൻ്റെ നിഗമനങ്ങൾക്കനുസരിച്ചുള്ള ആ ഒരു ട്രേഡിംഗ് സ്റ്റേജ് എപ്പോൾ എത്തുന്നോ ആ സമയം കണക്കാക്കി വേണം ഞാൻ ട്രേഡിലേക്ക് കടക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അതെപ്പോഴാണ് മാർക്കറ്റിൽ വരുന്നതെന്ന് നമുക്ക് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മുടെ സ്ട്രാറ്റജീസിൻ്റെ ബേസിൽ വളരെ പേഷ്യൻസോടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു മെൻറ്റാലിറ്റിയെ മറികടക്കാൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം ഞാൻ ട്രേഡിംഗ് സൈക്കോളജിയുടെ ഒരു ബുക്ക് എഴുതുന്ന ഒരു തിരക്കിലാണ്. അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തു കൊണ്ടുപോകാൻ സാധിച്ചില്ല. പക്ഷേ ഇതൊരു പാഷനായിട്ട് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.